ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഫേമസുമായിട്ടുള്ള ഒരു തായ്ലൻഡ് വിഭവം മാംഗോ സ്റ്റിക്കി റൈസ് തയ്യാറാക്കി എടുക്കാം. വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ അത്ര തന്നെ വളരെ രുചികരമായതുമായ ഈ മാംഗോ സ്റ്റിക്കി റൈസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. സാധാരണയായി ഈ വിഭവം ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന അരി നല്ല സ്റ്റിക്കി ആയിട്ടുള്ള റൈസാണ്. നമ്മളിവിടെ പൊന്നി റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഉപയോഗിച്ച് ഈ വിഭവം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായി കഴുകിയതിനു ശേഷം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാനായി മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ റൈസ് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 1 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങാപ്പാലിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തായ്ലൻഡിലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അവർ റൈസ് വേവിച്ചെടുക്കുന്നത് ആവി കയറ്റിയാണ്. നമ്മളിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ടാണ് റൈസ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ റൈസ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വേണം വെന്ത് കിട്ടാൻ. കുറച്ച് റൈസിലേക്ക് തേങ്ങാപ്പാലിന്റെയും പഞ്ചസാരയുടെയും മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ പൊന്നി റൈസ് നന്നായിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ സ്റ്റിക്കി റൈസിന്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടുന്നതാണ്. തായ്ലൻഡിൽ ഇവർ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനായി പാന്തൻ ലീവ്സ് അഥവാ നമ്മുടെ ഇവിടെ ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന രമ്പയില ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി നമുക്കൊരു ക്രീം സോസ് തയ്യാറാക്കി എടുക്കണം. അതിനായി നേരത്തെ തയ്യാറാക്കിയ തേങ്ങാപ്പാലിന്റെ മിക്സിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒന്ന് കലക്കി നന്നായിട്ടൊന്ന് തിക്കൻ ചെയ്യുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ക്രീം സോസ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പിങ്ക് കളറിലൊരു റൈസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബീറ്റ്റൂട്ട് ഒന്ന് ജ്യൂസ് ആക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിന്റെ മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ പിങ്ക് കളറിലുള്ള സ്റ്റിക്കി റൈസും തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനായി വേണ്ടത് നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് നേരിയതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൈസും മാങ്ങയും നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 രീതിയിൽ മാങ്ങയും റൈസും വെച്ച് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് തൊലി കളഞ്ഞെടുത്ത ചെറുപയർ പരിപ്പാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഈ ക്രീം സോസിൽ മുക്കി ഈ റൈസും മാങ്ങയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ മാംഗോ സ്റ്റിക്കി റൈസിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയും നല്ലൊരു കളർ കോമ്പിനേഷനുമുള്ള ഈ മാംഗോ സ്റ്റിക്കി റൈസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക് യു.